ഈ മത്തിമീൻ നല്ല പച്ചമുളകും പച്ചമാങ്ങയൊക്കെ ഇട്ട് അതിൻ്റെ രുചി പോകാതെ അതിൻ്റെ ഗുണങ്ങളൊന്നും പോകാതെ നല്ല രീതിയിൽ എന്താ വെള്ളം നന്നായിട്ട് പറ്റി. ഇനിയിപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നന്നായിട്ട് തോർത്തിയൊക്കെ എടുക്കാം കേട്ടോ. ഇത് ലൈറ്റായിട്ട് കുഴഞ്ഞിരിക്കണമായിരിക്കും മാങ്ങ ഇട്ടതിന് നല്ലത്. അപ്പം നമുക്കിനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ രുചി എന്ന് പറയുമ്പോൾ പച്ച വെളിച്ചെണ്ണയാണ്. പച്ച വെളിച്ചെണ്ണ നമുക്ക് കുഴപ്പമൊന്നുമില്ല ഹെൽത്തിന്. ഇനി ഒന്നുകൂടെ ഒന്ന് ഇളക്കി വെച്ചിട്ട് ഉപയോഗിക്കാം. ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് ഉപയോഗിക്കാം. താങ്ക് യു. ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ വൈറ്റമിൻസ് കിട്ടുന്ന രീതി നമുക്ക് കറി വെക്കണ ഒരു വീഡിയോ ആണ്. ആഴ്ച 2 ദിവസം നിങ്ങളത് ഉപയോഗിക്കുക. നമ്മുടെ സ്കിന്നിൻ്റെ തിളക്കമൊന്നും പോകാതെ നല്ല സെറ്റപ്പായിട്ടിരിക്കാൻ സഹായിക്കും. ഹൃദയാരോഗ്യത്തിന് നല്ലതാണ്. അതുപോലെ ആൻറ്റി ഏജിങ്ങിന് നല്ലതാണ്. എല്ല് പൊടിയാതിരിക്കാനും പല്ലിനും ഇതിനൊക്കെ ബലം വെക്കുന്നതിന് നല്ലതാണ്. അപ്പോൾ ഇത് എന്നെന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്കിത് യൂസ് ചെയ്യാം. ഏറ്റവും ഗുണമുള്ള മീൻ തന്നെ നമുക്ക് പറയാം. ഇപ്പോൾ ഒരുപാട് വറുത്തൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എണ്ണയൊക്കെ വന്ന് അതിൻ്റെ നല്ല ഗുണങ്ങൾ കിട്ടാതെ പോകും. അതുകൊണ്ടാണ് ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിത് തന്നെയാണെങ്കിലും കഴിക്കാം. ഈ മത്തിപ്പീര ഉണ്ടാക്കി അടിച്ചിട്ട് സാലഡ് കൂട്ടിയാണെങ്കിലും കഴിച്ചാൽ മതി. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി വീഡിയോയിലോട്ട് പോകാം. നമ്മളിന്ന് മത്തി മാങ്ങ പീര ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ഇതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം. മത്തി വെട്ടി വൃത്തിയാക്കാം. മാങ്ങ അരിഞ്ഞ് വെക്കണം. മുളക്, ഇഞ്ചി എല്ലാം കറക്റ്റ് ചെയ്ത് വൃത്തിയാക്കി നമുക്ക് ആദ്യം എടുക്കാം. ചെറിയ മീനുകളാണ് പീരയ്ക്ക് ഏറ്റവും നല്ലത്. ഇതോ അല്ലെങ്കിൽ ഒഴുക മീനോ ആണ് സാധാരണ വെക്കണത്. തുമ്പിൽ കളഞ്ഞിട്ടാണ് അതിൻ്റെ ഈ പുറകിലത്തെ ഭാഗവും കുഞ്ഞി വാലും നമ്മുടെ ഈ ഇതൊക്കെ കളഞ്ഞ് തലയെല്ലാം കൂടി ഇങ്ങനെ വെട്ടിക്കളയുക. എന്നിട്ട് പിന്നെ നമ്മൾ നന്നായിട്ടത് ഉപ്പിട്ട് തേച്ച് കഴുകിയെടുക്കും. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഇതുകൊണ്ട് നമ്മുടെ ഇവിടെ ഇതിന് കുറേ കുഞ്ഞുമുള്ളുണ്ട്. അതിനെ ഇങ്ങനെ ചെത്തിക്കളഞ്ഞിട്ട് അതിങ്ങനെ വൃത്തിയാക്കി എടുക്കണം. ഇങ്ങനെ എല്ലാ മീനും നമുക്ക് വൃത്തിയാക്കിയെടുക്കാം. മീൻ വെട്ടി ഇനി ഉപ്പെടുത്തു ഇട്ടിട്ട് നന്നായിട്ട് വെച്ചിട്ട് ഇങ്ങനെ പാത്രം ചെരിച്ച് പിടിച്ചിട്ടിങ്ങനെ ഉരച്ച് കഴുകുക. ഉപ്പ് എല്ലാം നമ്മൾ കുറച്ച് വെക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. അന്നത്തേന് തീരാനുള്ള കറികൾ വെക്കുകയാണെങ്കിൽ അതിന് ടേസ്റ്റ് നല്ല കൂടുതലായിരിക്കും. അതിൻ്റെ ആവശ്യം അന്നെന്നുള്ള കാര്യങ്ങൾ മാത്രം ഉണ്ടാക്കാൻ നോക്കുക. ഇതാ ഉപ്പിട്ട് അവിടെ വെച്ചു. ഇനി നമുക്ക് മാങ്ങയൊന്ന് ചെത്താം കേട്ടോ. കഴിക്കുന്നത് തന്നെ നല്ലതാണ്. പിന്നെ വറക്കുവാണെങ്കിൽ അത് ഒരുപാട് എണ്ണയില്ലാതെ നമ്മൾ നാച്ചുറലായിട്ടുള്ള അരപ്പൊക്കെ ഇട്ട് വെക്കുക. പിന്നെ ഏറ്റവും നല്ലത് പീരയായിട്ട് കഴിക്കാം. ഇപ്പം പീരയ്ക്കകത്തിരുന്ന മാങ്ങ നമുക്ക് ചെറുതായിട്ട് അതിൻ്റെ തൊണ്ട് ചെത്തിയിട്ട് വേണം ഇടാനായിട്ട്. നൈസായിട്ട് ഇങ്ങനെ ഫുള്ള് തൊണ്ട് ചെത്തിയിട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെക്കണം. ആ കൂടെ ഇച്ചിരി കുടംപുളിയും കൂടെ കീറിയിടണം. നമ്മുടെ കുഞ്ഞുമീൻ നല്ല വൃത്തിയാക്കി എടുത്തു. ഇനി കുഞ്ഞി കഷ്ണമാക്കണം. ഇത് ഒരു മുറി തേങ്ങ, ഒരു ചെറിയ സവോളയോ ചെറിയ ഉള്ളിയോ, കുഞ്ഞിപ്പുളി കുടംപുളി കഷ്ണങ്ങളാക്കിയത്, പച്ചമുളക്, മാങ്ങ, ഇനി ഇഞ്ചി, ഇതെല്ലാം കൂടെ നമുക്ക് ചെറുതാക്കി അരിഞ്ഞെടുക്കണം. നമ്മുടെ മീന്, പച്ചമുളക്, പിന്നെ ഇഞ്ചിയെല്ലാം ഇങ്ങനെ അരിഞ്ഞു അത് അടിയിലിടുക. പിന്നെ കുടംപുളിയാണിത്. കുടംപുളി നമുക്ക് അടിയിലിട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് തേങ്ങയും മാങ്ങയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് മാങ്ങയും തേങ്ങയും കൂടെ നമ്മൾ മുകളിൽ ഇട്ട് കൊടുക്കുന്നു. ഇനി അതിൻ്റെ മുകളിലോട്ട് ഉപ്പ് വിതറാം. ആവശ്യമുള്ള ഉപ്പിട്ടു. ഇനി മഞ്ഞൾപ്പൊടി വെളിച്ചെണ്ണയാണ് ഒഴിക്കേണ്ടത്. എന്നിട്ട് ഇത് മൂടി വെച്ച് വേവിക്കണം. അവസാനമാണ് ഇത് ഇളക്കുന്നത്. ഇതിൽ ചുമന്ന മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. നല്ല മഞ്ഞൾപ്പൊടി ശകലം കൂടുതൽ ഇട്ട് കൊടുത്തേക്കുക. ഇനി വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ഒഴിക്കാം. കുറച്ച് ഒരു അടിയിൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണ നിങ്ങൾ ഒഴിച്ചു കൊടുക്കണം. അടിയിൽ ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ടാവും ലൈറ്റായിട്ട്. എന്നിട്ട് തീ കുറച്ച് വേവിക്കാൻ വെക്കുക. വേവിക്കാൻ വെക്കുമ്പോൾ നമ്മളിങ്ങനെ മൂടിയാണ് വെക്കേണ്ടത്. ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് കഴിയുമ്പം പീരയുടെ മൂടി മാറ്റണം. നല്ലൊരു കളറിലൊക്കെ ആയിട്ടുണ്ട്. ഇനി ഒന്ന് പതുക്കെ ഇളക്കുക. ഇളക്കിയിട്ടത് പൊടിഞ്ഞു മാത്ര രീതിയിൽ ഇളക്കണം. എന്നിട്ട് ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒന്നുകൂടെ മൂടി വെച്ച് നന്നായിട്ട് പറ്റിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വാങ്ങി ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്കൊന്ന് ഇളക്കി ഒന്നുകൂടെ മൂടി വെക്കാം. ഇതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു. വെള്ളം നന്നായിട്ട് പറ്റി. ഇനിയിപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നന്നായിട്ട് തോർത്തിയൊക്കെ എടുക്കാം കേട്ടോ. ഇത് ലൈറ്റായിട്ട് കുഴഞ്ഞിരിക്കണമായിരിക്കും മാങ്ങ ഇട്ടതിന് നല്ലത്. അപ്പം
നമുക്കിനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ രുചി എന്ന് പറയുമ്പോൾ പച്ച വെളിച്ചെണ്ണയാണ്. പച്ച വെളിച്ചെണ്ണ നമുക്ക് കുഴപ്പമൊന്നുമില്ല ഹെൽത്തിന്. ഇനി ഒന്നുകൂടെ ഒന്ന് ഇളക്കി വെച്ചിട്ട് ഉപയോഗിക്കാം. ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് ഉപയോഗിക്കാം. താങ്ക് യു. ട്രൈ ചെയ്ത് നോക്കാം.